കുറച്ച് ദിവസങ്ങളായി ദേശാഭിമാനിയിലെ പത്രവും അതിന്റെ എഡിറ്റോറിയലും അതിന്റെ എഡിറ്ററും ഒക്കെ തന്നെ വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. തൽക്കാലം അതിന്റെ തലപ്പത്തുള്ളവർ ഒന്നും മിണ്ടിയില്ല, ഒന്നും നടന്നില്ല എന്ന പോലെ നടക്കുന്നുണ്ട്. ദേശാഭിമാനി പത്രത്തിന്റെ കാര്യമാണ്, നമുക്കൊന്നും ഇല്ല രാമനായരാണ് എന്ന മട്ടിൽ CPM-ലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ മിണ്ടാട്ടത്തിലാണ്. എന്തായാലും കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധത ഇല്ലെന്നും ലേഖനത്തിന് ഏറ്റവും അനുയോജ്യമായ തലക്കെട്ടായിരുന്നുവെന്നും ലേഖന വിവാദത്തിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർക്ക് മറുപടി നൽകി വാരാന്ത പതിപ്പ് എഡിറ്റർ. അതായത് കള്ളൻ വിജയൻ എന്നല്ലാതെ അതിന് അനുയോജ്യമായ മറ്റൊരു ഹെഡ്ലൈനേ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് അവിടെ. കള്ളൻ വിജയൻ എന്നല്ലാതെ പിന്നെ മാങ്ങാത്തൊലി നേടാൻ പറ്റുമോ എന്നെങ്ങാനും ചോദിച്ചു എന്നൊക്കെയാണ് ചില കരക്കമ്പികൾ കേൾക്കുന്നത്. എന്തായാലും കള്ളൻ വിജയൻ എന്ന തലക്കെട്ടല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല എന്ന ദൃഢപ്രതിജ്ഞ വാരാന്ത്യ എഡിറ്റർ എടുത്തിരിക്കുകയാണ്. കാരണവും വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയായാണ് ഈ മറുപടി. തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്നും വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള KR അജയൻ വിവാദ വിഷയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ലേഖനത്തിന്റെ പേരിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് കുറ്റം. വിവാദ ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായിട്ടില്ലെന്നും വിമർശനമുണ്ട്. വിവാദം മാധ്യമങ്ങളെ അറിയിച്ചെന്നും കാരണം കാണിക്കൽ നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് VS അച്യുതാനന്ദന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും VSന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിച്ചു. പത്രം ഇറക്കുന്നതും ഇറക്കാതിരിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും അരുൺകുമാർ കൂട്ടിച്ചേർത്തു. അതിനിടെ VSന്റെ ഓർമ്മക്കുറിപ്പുകളുമായി ഒടുവിൽ ദേശാഭിമാനി വാരാന്ത പതിപ്പ് പുറത്തിറങ്ങി. VSന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന KV സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എഴുതിയ ഓർമ്മക്കുറിപ്പുകളോടെയാണ് മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടിലുള്ള കവർ സ്റ്റോറി. അച്ചടിച്ച വാരാന്ത പതിപ്പ് ഇന്നലെ പുറത്തിറങ്ങാത്തത് വിവാദമായിരുന്നു. കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകനെ പറ്റിയുള്ള ലേഖനത്തെ ചൊല്ലി എഡിറ്റോറിയൽ വിഭാഗത്തിലുണ്ടായ തർക്കമാണ് കാരണമെന്നാണ് വിവരം. പതിപ്പിന്റെ അവസാന പേജിൽ TC രാജേഷ് എഴുതിയ കള്ളൻ വിജയൻ ധന്യനാടകം ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തെ ചൊല്ലി എഡിറ്റോറിയൽ ബോർഡിൽ തർക്കം ഉണ്ടായിരുന്നു. മുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഈ മുടിപ്പാറയിലെ വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചാണ് ലേഖനം. വിജയന്റെ ഉടമസ്ഥയിലുള്ളതാണ് ധന്യ നാടക ഗ്രാമം. മാതാപിതാക്കൾ ഓമനിച്ചു വിളിച്ച കൊച്ചുകള്ളൻ എന്ന പേര് പിന്നീട് പേരിനൊപ്പം ചേരുകയായിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് അനാവശ്യ തെറ്റിദ്ധാരണകൾക്കും ട്രോളുകൾക്കും ഇടയാക്കുമെന്ന് എഡിറ്റോറിയൽ ബോർഡിലെ ചിലർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് വിതരണം തടയുകയായിരുന്നു എന്നാണ് വിവരം. വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാത്തത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് പറഞ്ഞിരുന്നു. എന്നാൽ നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം ഇന്നിറങ്ങിയ പതിപ്പിലില്ല. എന്നാൽ ദേശാഭിമാനി ലേഖകൻ തന്നെ വന്ന് കണ്ടു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു നാടക പ്രവർത്തകൻ വിജയൻ. പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടില്ല, ലേഖനം ദേശാഭിമാനി ഇഷ്ടമുള്ളപ്പോൾ ഇറക്കട്ടെ എന്നും വിജയൻ പറയുകയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കുറിച്ച് മുഴങ്ങുന്നിപ്പോഴും ആ കടലിരിമ്പം എന്ന പേജിൽ ലേഖനം വന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചെങ്കിലും ഇന്നലെയാണ് വിതരണം ചെയ്യാതിരുന്നത്. അച്യുതാനന്ദൻ മരിച്ചിട്ടും വിജയനുള്ള പക തീരാത്തത് കൊണ്ടാണ് അത് വിതരണം ചെയ്യാതിരുന്നത് എന്നാണ് ആദ്യം കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് പുല്ലൻപാറ വിജയൻ എന്ന നാടകകൃത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് നൽകിയതിന് ഒറിജിനൽ വിജയൻ കോപിച്ചതുകൊണ്ടാണെന്നത്രേ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് വിതരണം ചെയ്യാതിരുന്നത്. കള്ളൻ എന്ന് കേട്ടാൽ തന്നെ അത് താനാണെന്നുള്ള തോന്നലൊക്കെ നല്ലതാണെങ്കിലും നാട്ടിൽ മറ്റൊരു വിജയനും കള്ളൻ വിജയൻ എന്ന പേര് വരാൻ പാടില്ല എന്നുള്ള ഈ പ്രൊഫഷണൽ ഈഗോ ശരിയല്ല. മിസ്റ്റർ പിണറായി NB, നിങ്ങൾ വിതരണം ചെയ്താൽ പോലും ഈ പത്രം ആരും വായിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ആകെ നഷ്ടം ആക്രി കച്ചവടക്കാർക്ക് മാത്രം എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി അതിനെ ട്രോളിയപ്പോൾ പിന്നെ പറയണ്ട. 4 ആള്, അത് ഒരുപക്ഷെ പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ 4 ആൾ മാത്രമേ കാണുമായിരുന്നുള്ളൂ. പുറത്ത് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ 4 ലക്ഷം പേരും അത് കണ്ടിരിക്കുകയാണ്. എന്തായാലും കള്ളൻ വിജയനെ കള്ളൻ വിജയൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടതെന്ന ചോദ്യം അത് പൊളിച്ചു. എന്തായാലും എവിടെ നോക്കിയാലും, അതായത് മടിയിൽ കനമുണ്ടെങ്കിൽ വഴിയിൽ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ കള്ളൻ വിജയൻ എന്ന് ആർക്കും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അത്രയും ഉണ്ടോ പേടി എന്നാണ്. എന്തായാലും പിണറായി വിജയൻ തൽക്കാലം ഒന്നും മിണ്ടാത്തപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും സംഭവം കൊഴുത്തതോടു കൂടിയാണ് ഇപ്പോൾ കള്ളൻ അല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അറഞ്ചാം പുറഞ്ചാം ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ വെടിമരുന്ന് പോലെ ഓരോയിടത്തുനിന്നായി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും OG വിജയൻ ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അറിയുന്നുണ്ട്. ചരടുവലികൾ നടത്തുന്നതും ഇവിടെ തന്നെയാണ്. എന്തായാലും പാർട്ടി പത്രം തന്നെ ഇത്തരം ഒരു പണി കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല OG പിണറായി. എന്നെ കൊച്ചിലെ എൻ്റെ ചേട്ടൻ എടുത്ത് മടിയിലിരുത്തി കൊച്ചു കള്ളാന്ന് വിളിച്ച്
പിന്നെ ഇന്ന് എവിടെ ചെന്നാലും കള്ളം വിജയൻ എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു മോഷണക്കാരനായിട്ടോ അല്ലോ മറ്റൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ എന്നെ ഒരുപാട് ചാനലുകാർ വരുമ്പോഴുമൊക്കെ പത്രത്തിലുമൊക്കെ കള്ളം വിജയൻ എന്ന് തന്നെ കൊടുക്കുന്നത് അത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ദേശാഭിമാനിക്കാർ കൂടെ വന്ന് ഇതെടുത്തുകൊണ്ട് പോയി, അവരും കള്ളം വിജയൻ എന്നും പറഞ്ഞ് തന്നെ കൊടുത്തത്. അപ്പോൾ അവർ പാർട്ടിക്കകത്ത് എന്തോ ഈ കള്ളം വിജയൻ എന്ന് കൊടുക്കുമ്പോൾ ഈ രണ്ട് പേരും ഒന്നായതുകൊണ്ട് അവരൊക്കെ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് വിചാരിച്ചായിരിക്കും ഇത് കൊടുക്കാത്തത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ എന്നെ എവിടെ തിരക്കിയാലും കള്ളം വിജയൻ എന്നേ അറിയാവൂ. ദേശാഭിമാനി അറിയിച്ചിരുന്നോ ഇന്ന് കൊടുക്കാൻ പറ്റില്ല? അറിയിച്ചില്ല. അതിന് ശേഷം ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ഒരു വിഷയമുള്ള കേസ് കൊടുക്കണ്ട, നമുക്കിത് കൊടുത്ത് ഇവിടെ വലിയ പ്രശസ്തിയൊന്നും ആവാനായിട്ടല്ലല്ലോ. ഇതൊരു വെറും ഒരു ചെറിയൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ പല ചാനലുകാരും പത്രക്കാരും ഒക്കെ വന്ന് എടുക്കാറുണ്ട്, അത് കൊണ്ടുപോകാറുണ്ട്. അവർ ഇതേപോലെ കള്ളം വിജയൻ എന്ന് കൊടുക്കുന്നത് അത് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് കള്ളം വിജയൻ എന്നാണ് നോട്ടീസിൽ നാടകത്തിൽ അനൗൺസ് ചെയ്യുന്നത്. ഏത് പാരാത്രിയും എവിടെ നാടകം കളിച്ചാലും കള്ളം വിജയൻ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. വാർത്തകളിലൊക്കെ ഇങ്ങനെ കള്ളൻ വിജയൻ എന്നുള്ള പേര് നിറഞ്ഞിരിക്കുമ്പോൾ പരിചയക്കാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ വിളിച്ചിരുന്നോ? എല്ലാവരും ഇന്നിപ്പോൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു. അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞ് അണ്ണൻ്റെ പേരിങ്ങനെയല്ലേ, പിന്നെ എന്ത് വിഷയം എന്ത് കൊടുക്കാൻ വയ്യാത്തതെന്ന്. ഈ കള്ളൻ വിജയൻ എന്നുള്ള ഒരു പേര്, ആ ഒരു പേര് തന്നെയാണ് VS-നൊപ്പം ചേർത്ത് വെക്കാതിരുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാമെന്നാണ് തോന്നുന്നത്? അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയാൻ വയ്യ. അത് അവരെ പത്രത്തിൽ കൊടുക്കാത്തതിനെ കുറിച്ചൊക്കെ അത് അവർ അല്ലേ, നമുക്കിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. അവർ വന്ന് ചോദിച്ചു, ഞാൻ സത്യസന്ധമായി എല്ലായിടത്തും കൊടുക്കുന്നത് പോലെ അവർക്കും കൊടുത്ത്, എൻ്റെ പേരും കൊടുത്ത്, എല്ലാം കൊടുത്ത്, ഫോട്ടോയും ഒക്കെ കൊടുത്തു. അപ്പോൾ അത് ഇടാത്തത് എന്ത് കാരണമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ ഇതാണ്. VS-നെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ ഓർമ്മകളൊക്കെ? നല്ല ഇതല്ലേ, നല്ല കൊള്ളാം. അതേപോലെയൊക്കെ ഒരു വ്യക്തിയൊക്കെ ഇന്ന് കേരളത്തിൽ ഞാൻ മിഞ്ഞാറ് വീട്ടിലേറ്റെന്ന് കണ്ടിട്ടുണ്ട്.